നമസ്കാരം. നിലവാര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ വിദ്യാഭ്യാസ മേഖലയെ സൗഹൃദപരമാക്കുവാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞുവെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് പറഞ്ഞു. ആനക്കര ഗ്രാമപഞ്ചായത്തിലെ മേലഴിയം ഗവൺമെന്റ് LP സ്കൂളിൽ മോഡൽ പ്രീ പ്രൈമറിയുടെയും വർണ്ണ കൂടാരത്തിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. അത് പറഞ്ഞാൽ സമഗ്ര ശിക്ഷ കേരള എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇതിന് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. ആ ഫണ്ട് ഉപയോഗിച്ച് മനോഹരമായ പ്രീ പ്രൈമറി ക്ലാസ് മുറികൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഒപ്പം നല്ലൊരു വർണ്ണക്കൂടാരവും ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് ഇപ്പോൾ സ്കൂളിൽ പോയാൽ പിന്നെ വീട്ടിൽ വരാനായിരിക്കും മടി. അത്രയും നല്ല അന്തരീക്ഷം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ശിശു സൗഹൃദ ക്ലാസ് മുറികൾ വാർത്തെടുക്കാൻ കഴിഞ്ഞത് വിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു മുതൽക്കൂട്ടായെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ജില്ലയിലെ ആദ്യ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് തൃത്താലയിൽ പ്രവർത്തനം ആരംഭിക്കാൻ സജ്ജമാവുകയാണ്. ആരോഗ്യ സർവകലാശാലയുടെ അനുമതി കൂടി ലഭ്യമാകുന്നതോടെ തൃത്താലക്കാരുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്നും മന്ത്രി പറഞ്ഞു. സമഗ്ര ശിക്ഷ കേരളയുടെ 10 ലക്ഷം രൂപ ഫണ്ട് വിനിയോഗിച്ചാണ് മേലഴിയം ഗവൺമെന്റ് LP സ്കൂളിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പ്രീ പ്രൈമറി ക്ലാസ് റൂം ഒരുക്കിയത്. പൂർണ്ണമായും ശിശു സൗഹൃദപരമായ 15 ഇടങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. പരിപാടിയിൽ ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അംബിക അധ്യക്ഷയായി. ജില്ലാ പ്രോഗ്രാം ഓഫീസർ PS ഷാജി പദ്ധതി വിശദീകരിച്ചു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KP പ്രതീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വിനീഷ, K വിജയൻ, PTA പ്രസിഡന്റ് KV അബ്ദുറഹീം, ഹെഡ് മിസ്ട്രസ് VK ഉമ്മുസൽമ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. തൊഴിൽ മേളകൾ തൊഴിൽ ലഭ്യതയെ കൂടുതൽ സുസ്ഥിരമാക്കിയെന്ന് തദ്ദേശ സ്വയംഭരണ മന്ത്രി MP രാജേഷ്. വെർച്വൽ ജോബ് ഫെയറിൽ ജനപങ്കാളിത്തം ഏറിവരുന്നതും പദ്ധതിയുടെ വിജയമാണെന്നും മന്ത്രി പറഞ്ഞു. തൃത്താല മണ്ഡലത്തിലെ വിജ്ഞാന കേരളം വെർച്വൽ മെഗാ തൊഴിൽ മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിജ്ഞാന കേരളം വെർച്വൽ മെഗാ തൊഴിൽ മേള മുഖേന 78,000 സ്ത്രീകൾക്ക് ജോലി നൽകാനായി. 1.25 ലക്ഷം തൊഴിലവസരങ്ങൾ ലഭ്യമാക്കി. ഇങ്ങനെ യഥാർത്ഥത്തിൽ നിശബ്ദ വിപ്ലവമാണ് ഇതുവഴി സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വാവനൂരിൽ നടന്ന പരിപാടിയിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി അധ്യക്ഷനായി. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV നിഷ, വിജ്ഞാന കേരളം കോർഡിനേറ്റർ Y കല്യാണരാമൻ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ P ഉണ്ണികൃഷ്ണൻ, പ്രോഗ്രാം മാനേജർ റിൻസ് സുരേഷ് കുമാർ, കോളേജ് HOD ഗ്രീഷ്മ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ന് ഈ വിജ്ഞാനാധിഷ്ഠിതമായ സമ്പദ്ഘടന ഓഫർ ചെയ്യുന്ന പരമാവധി തൊഴിലവസരങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം എന്നാണ് ഗവൺമെന്റ് കാണുന്നത്. കോവിഡിന് ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റം തൊഴിലുകൾ വലിയ തോതിൽ ഡിജിറ്റൽ തൊഴിലുകളായിട്ട് മാറുന്നു എന്നതാണ്. തൊഴിലിടം എന്ന സങ്കല്പം തന്നെ മാറി. അതായത് ഒറ്റ സ്ഥലത്തിരുന്ന് ജോലി ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ഇപ്പോൾ വർക്ക് ഫ്രം ഹോം, വർക്ക് നിയർ ഹോം തുടങ്ങിയിട്ടുള്ള കോൺസെപ്റ്റുകളൊക്കെ വന്നു. അങ്ങനെയാണ് കേരളത്തിൽ വർക്ക് നിയർ ഹോം സ്റ്റേഷനുകളിലെ നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. അതിനാവശ്യമായിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ ഒരുക്കുന്നുണ്ട്. അപ്പൊ ആ നിലയിൽ വലിയ മാറ്റം മുൻകൂട്ടി കണ്ടുകൊണ്ട് നാം നടത്തിയ തയ്യാറെടുപ്പിന്റെ പ്രയോജനം ഇപ്പോൾ കിട്ടുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതിയുഗ യാത്രയ്ക്ക് കൂറ്റനാട് സെന്ററിൽ സ്വീകരണം നൽകി. ജില്ലയിലെ ആദ്യ സ്വീകരണത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച രാവിലെ 9:30 കുമരനെല്ലൂരിൽ നിന്നും ജാഥയെ സ്വീകരിച്ച് കൂറ്റനാട് ടൗണിലെ സ്വീകരണ വേദിയിലേക്ക് പുറപ്പെട്ടു. തെയ്യം, കോൽക്കളി, കാവടി, വാദ്യമേളങ്ങൾ എന്നിവ ജാഥയെ വർണ്ണാഭമാക്കി. തുടർന്ന് തുറന്ന ജീപ്പിൽ പ്രതിപക്ഷ നേതാവിനെ കൂറ്റനാട് സെന്ററിൽ പ്രത്യേകം സജ്ജമാക്കിയ സ്വീകരണ കേന്ദ്രത്തിലേക്ക് ആനയിച്ചു. VT ബൽറാം, VK ശ്രീകണ്ഠൻ MP തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളും അദ്ദേഹത്തെ അനുഗമിച്ചു. തുടർന്ന് നടന്ന സ്വീകരണ യോഗം PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. VT ബൽറാം അധ്യക്ഷനായി. MK പ്രേമചന്ദ്രൻ, MM ഹസൻ, സന്ദീപ് വാര്യർ, M ഷംസുദ്ദീൻ MLA, തുളസി, PA സലാം, CV ബാലചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. മന്ത്രി സതീശനെ നിങ്ങൾ ആലോചിക്കണം. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്, മലപ്പുറത്ത് ജയിച്ചവരുടെ പേര് നോക്കണം. പച്ചയ്ക്ക് വർഗീയത പറഞ്ഞു ഒരാൾ ഈ മന്ത്രിസഭയിൽ ഇപ്പോഴും മന്ത്രിയായിരിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം, എന്ത് കമ്മ്യൂണിസ്റ്റ് വാദിയാണോ? UDF-ലാണെങ്കിൽ അങ്ങനെ ഒരാൾ പറഞ്ഞാൽ 24 മണിക്കൂറിനകം പുറത്താക്കുമായിരുന്നു, ചവിട്ടി പുറത്താക്കുമായിരുന്നു.
10 വർഷത്തെ പിണറായി സർക്കാരിന്റെ ദുർഭരണ മാറ്റം മാത്രമല്ല കേരളത്തിന്റെ സമഗ്ര മാറ്റമാണ് UDFന്റെ ലക്ഷ്യമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അയ്യപ്പൻ CPMനെ വിടാതെ പിന്തുടരുന്നുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. UDFന്റെ പുതുയുഗ യാത്രയ്ക്ക് പട്ടാമ്പിയിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു VD സതീശൻ. നിശ്ചയിച്ച സമയത്തിൽ നിന്നും 2.5 മണിക്കൂർ വൈകിയാണ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര പട്ടാമ്പിയിലെത്തിയത്. താളമേളങ്ങളുടെ അകമ്പടിയോടെ പ്രവർത്തകർ യാത്രയെ പട്ടാമ്പിയിലെ സ്വീകരണ ചടങ്ങിലേക്ക് അനയിച്ചു. മേലെ പട്ടാമ്പി ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയായിരുന്നു VD സതീശൻ സ്വീകരണ വേദിയിലേക്ക് തിരിച്ചത്. മുദ്രാവാക്യം വിളികളുമായി നേതാക്കൾ ഉൾപ്പെടെ നൂറുകണക്കിന് പ്രവർത്തകർ യാത്രയെ അനുഗമിച്ചു. കൽപ്പകയിൽ ഒരുക്കിയ സ്വീകരണ വേദിയിലേക്ക് പ്രതിപക്ഷ നേതാവിനെ പ്രവർത്തകർ തോളിലേറ്റിയായിരുന്നു എത്തിച്ചത്. മഹായുദ്ധത്തിനുള്ള പുറപ്പാണിതെന്നും 10 വർഷത്തെ പിണറായി സർക്കാരിന്റെ ദുർഭരണ മാറ്റം മാത്രമല്ല കേരളത്തിന്റെ സമഗ്ര മാറ്റമാണ് UDFന്റെ ലക്ഷ്യമെന്നും സ്വീകരണ യോഗത്തിൽ സംസാരിക്കവേ VD സതീശൻ പറഞ്ഞു. വലിയ കടബാധ്യതയാണ് സർക്കാർ വരുത്തി വെച്ചിരിക്കുന്നത്. ഖജനാവിൽ നയാ പൈസയില്ല. സർക്കാർ തകർത്ത മേഖലയിൽ നിന്നുമുള്ള പുനരുജ്ജീവനമാണ് UDF നടത്തുക. ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. 10 വർഷക്കാലത്തെ ഈ ദുർഭരണം അവസാനിക്കും. ഒരു പുതുയുഗത്തിന് തുടക്കം കുറിക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് കേവലം ഭരണമാറ്റം മാത്രമല്ല ഇവിടെ നടക്കാൻ പോകുന്നത്. കേരളത്തിന്റെ മാറ്റം കൂടിയാണ് ഈ ഇതിലൂടെ നടക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഈ നാട് മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി വെച്ചിരിക്കുക. അതായത് കേരളം മുഴുവൻ നമ്മൾ കൊടുക്കുന്ന നികുതി പണം കൊണ്ട് ബോർഡ് വെച്ചിരിക്കുകയാണ് പിണറായി വിജയൻ. എല്ലാം ശരിയാക്കിയെന്ന്. അത് ശരിയാണ്, എല്ലാം ശരിയാക്കി. ഒരു നാടിന്റെ നട്ടൽ എന്താണ്? സമ്പദ് വ്യവസ്ഥ. ആ നട്ടലിന് തകർന്ന് കിടക്കുകയാണ് കേരളം. അടുത്ത മാസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തോട് സലാം പറയും. പക്ഷേ സലാം പറയുമ്പോൾ മലയാളിയുടെ തലയിൽ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കെട്ടിവെച്ച് നമ്മളെ കടത്തിന്റെ കാണാക്കയങ്ങളിലേക്ക് ചവിട്ടി താഴ്ത്തിയിട്ടാണ് പോകുന്നത്. വർഗീയത മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. സംഘപരിവാറിന്റെ അതേ പാതയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നീങ്ങുന്നത്. വർഗീയത ഏത് കൊലക്കൊമ്പൻ പറഞ്ഞാലും അതിനെ ഏത് കാലത്തും എതിർക്കുമെന്നും VD സതീശൻ തുറന്നടിച്ചു. അയ്യപ്പൻ CPMനെ വിടാതെ പിന്തുടരുന്നുണ്ട്. ശബരിമല വിഷയത്തിൽ സ്ത്രീപ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തമായ മറുപടി പോലും പറയാൻ CPMനാവുന്നില്ലെന്നും VD സതീശൻ സൂചിപ്പിച്ചു. അയ്യപ്പൻ വിടാതെ പിന്തുടരുന്നുണ്ട്. CPMല് വിടാതെ പിന്തുടരുക, വിടാതെ ഇല്ലേ? അത് കഴിഞ്ഞപ്പില്ലേ ഇപ്പൊ സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുക്കണം. നേരത്തെ അഫിഡവിറ്റ് കൊടുത്തേക്കുന്നത് എന്താ? സ്ത്രീ പ്രവേശനം വേണം. അന്ന് അതിന്റെ അനുഭവിച്ചാണ്. എന്നിട്ട് എല്ലാ വീട്ടിലും കയറി മാപ്പ് പറഞ്ഞാണ് അത് അബദ്ധമായി പോയെന്ന്. ഇപ്പൊ അത് തിരുത്തി കൊടുക്കണ്ടേ കോടതിയിൽ സത്യവാങ്മൂലം. അപ്പോ MV ഗോവിന്ദനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ഉപരിതല സ്പർശിയായ കാര്യങ്ങൾ പറഞ്ഞ് ആകാശത്തിലൂടെ പോകുന്ന മറ്റേ പ്രശ്നങ്ങൾ പറഞ്ഞ് അതിന്റെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഷയങ്ങൾ നിങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ എന്നോട് ചോദ്യം ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് എന്തുത്തരം പറയും? മാറ്റത്തിന്റെ കാരണം ആർക്കെങ്കിലും മനസ്സിലായ? ആർക്കെങ്കിലും മനസ്സിലായ? അതാണ് ആർക്കും മനസ്സിലായി. ആ
എന്തൊക്കെ പറയും. സ്വീകരണ പൊതുയോഗം പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. KP വാപ്പുട്ടി അധ്യക്ഷനായിരുന്നു. നേതാക്കളായ MM ഹസൻ, അനൂപ് ജേക്കബ്, VK ശ്രീകണ്ഠൻ MP, മരക്കർ മാരായമംഗലം, CP മുഹമ്മദ്, CMA കരീം, ഷാനിമോൾ ഉസ്മാൻ, A തങ്കപ്പൻ, ബാലഗോപാൽ, ജിതേഷ് മൊഴിക്കുന്നം, TP ഷാജി, റിയാസ് മുക്കോളി, കമ്മുക്കുട്ടി എടത്തോൾ, C സംഗീത, PK ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കളും പങ്കെടുത്തു. പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിലുള്ള സർഗോത്സവം പരുതൂർ വായനശാലയിൽ സംഘടിപ്പിച്ചു. പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിലുള്ള താലൂക്ക് തല സർഗോത്സവമാണ് പരുതൂർ വായനശാലയിൽ വെച്ച് നടത്തിയത്. പരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിഷ വിജയകുമാർ സർഗോത്സവം ഉദ്ഘാടനം ചെയ്തു. തോന്നുന്നു നിങ്ങളുടെ പ്രതിഭകളെ തിരിച്ചറിയാനും അത് പോഷിപ്പിക്കാനും ഒക്കെയുള്ള ഒരു അവസരമാണ് തീർച്ചയായും ഇത്തരം സർഗോത്സവങ്ങൾ. അതിന് ഒരുപാട് ചരിത്രവും ഒക്കെയുള്ള നമ്മുടെ പരുതൂർ ലൈബ്രറി തന്നെ വേദിയായി എന്നുള്ളതിൽ ഏറെ അഭിമാനവും സന്തോഷവുമുണ്ട്. തീർച്ചയായും ഇത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതൊരു മത്സരമല്ല. തീർച്ചയായും നിങ്ങൾക്ക് പുതിയ അറിവുകളും പുതിയ സൗഹൃദങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരവസരമായി ഇതിനെ നിങ്ങൾ കാണണം. തീർച്ചയായും ഇവിടെ ജയവും പരാജയവും ഒന്നുമില്ല. നിങ്ങളെല്ലാവരും മിടുക്കരായ ആളുകളാണ്. അത് നിങ്ങളുടെ സർഗവാസന പ്രോത്സാഹിപ്പിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനുമുള്ള അവസരങ്ങളായി കാണണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ CP ചിത്രമാനു മുഖ്യാതിഥിയായിരുന്നു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് K ജനാർദ്ദനൻ അധ്യക്ഷനായിരുന്നു. അഭയം പള്ള സ്മാരക വായനശാല ഏർപ്പെടുത്തിയ സമാധാനം പരമേശ്വരൻ പുരസ്കാരം നേടിയ PT രാമചന്ദ്രൻ, ജനപ്രതിനിധികളായ അഡ്വക്കേറ്റ് നിഷ വിജയകുമാർ, KC ഇക്ബാൽ, P രമണി, കേരള ഫോക്ലോർ അക്കാദമി യുവപ്രതിഭാ പുരസ്കാരം നേടിയ KP ശ്രീനാഥ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. താലൂക്ക് സെക്രട്ടറി T സത്യനാഥൻ, P സുധ, P സുധീർ, രാജൻ മാടായിൽ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. താലൂക്കിലെ വിവിധ വായനശാലകളിൽ നിന്നുമായി 150ഓളം കുട്ടികൾ സർഗോത്സവത്തിൽ പങ്കെടുത്തു. സമാപന ചടങ്ങിൽ ചലച്ചിത്ര പുരസ്കാര ജേതാവ് ബീനാർ ചന്ദ്രൻ സമ്മാനദാനം നിർവഹിച്ചു. കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് M റഫീഖ് പതാക ഉയർത്തി തുടക്കം കുറിച്ച സമ്മേളനം ഗായകനും സംഗീത സംവിധായകനുമായ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ V സെയ്ദ് അധ്യക്ഷനായി. നാടകഗാന രചയിതാവും തിരക്കഥാകൃത്തും സംവിധായകനുമായ ജയൻ തിരുമന മുഖ്യാതിഥിയായി. സംസ്ഥാന പ്രസിഡന്റ് റഫീഖ് മുഹമ്മദിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി M സുവീഷ് ബാബു, സ്വാഗത സംഘം ചെയർമാൻ V സെയ്ദ്, കൺവീനർ പീറ്റർ ഏഴിമല എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് പീറ്റർ ഏഴിമല, ജനറൽ സെക്രട്ടറി V സെയ്ദ്, ചങ്ങരംകുളം, ട്രഷറർ ഹർഷകുമാർ എന്നിവരുൾപ്പെടെ 14-അംഗ സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. മനുഷ്യന്റെ ഏറ്റവും നികൃഷ്ടവും വിശിഷ്ടമായ ഒരു അവയവം എന്താണ്? നാവാണ്. ആ നാവിനെ കൊണ്ട് പ്രസ്ഥാനത്തെ ഒരു വ്യക്തിയെ തകർക്കാൻ സാധിക്കും. ആ നാവിൽ സത്യം മാത്രമേ ഉള്ളൂ. അതാണ് ബ്രാൻഡറ്റ് വസ്തു. കരങ്ങൾ കൊണ്ട് ദാനധർമ്മം മാത്രമേ നമ്മൾ ചെയ്യൂ. ആലോചിച്ച് നോക്കൂ. ഹൃദയം മുഴുവനും നിറഞ്ഞിരിക്കുന്ന സ്നേഹമാണ്. എത്ര കഷ്ടപ്പാട് അനുഭവിച്ചാൽ മുഖത്ത് കുഞ്ഞിനെ നഷ്ടപ്പെടുകയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ആ മനസ്സ് ശുദ്ധീകരിക്കപ്പെട്ടാൽ അതാണ് നമ്മുടെ പ്രതിഷ്ഠ, നമ്മുടെ ശരീരമാണ്. ചാലിശ്ശേരി SC UP സ്കൂളിന്റെ പുതിയ പ്രീ പ്രൈമറി കെട്ടിടത്തിന് തറക്കല്ലിട്ടു. ചാലിശ്ശേരി മിനി സിവിൽ സ്റ്റേഷന് സമീപം സഭയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് കെട്ടിടം നിർമ്മിക്കുന്നത്. സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബെസേലിയോസ് ശിലാസ്ഥാപനം നിർവഹിച്ചു. സഭാ കോർപ്പറേറ്റ് മാനേജർ ഫാദർ വർഗീസ് വാഴപ്പിള്ളി, ഫാദർ ഗീവർഗീസ് ചെമ്മണൂർ, ഫാദർ മൈക്കൽ ഗീവർഗീസ്, ഫാദർ സ്റ്റെഫാനോ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, ജില്ലാ പഞ്ചായത്ത് അംഗം TK സുധീഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹുസൈൻ പുളിയഞ്ഞാലിൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിജി ഷാബു, സുലൈഖ സുലൈമാൻ, സജീഷ് കളത്തിൽ, മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം T ശിവാസ്, സഭാ ആത്മായ ട്രസ്റ്റി ഗീവർ മണി പനക്കൽ, സഭാ സെക്രട്ടറി ബിനോയ് P മാത്യു, പ്രധാന അധ്യാപകൻ K മുഹമ്മദ് സൽമാൻ തുടങ്ങിയവർ പങ്കെടുത്തു. പരുതൂർ CEUP സ്കൂളിൽ ഇംഗ്ലീഷ് ലീഡർഷിപ്പ് ട്രെയിനിംഗ് പ്രസന്റേഷനും ഫാമിലി ഗെറ്റ് ടുഗദർ പരിപാടിയും ശ്രദ്ധേയമായി. പരുതൂർ CEUP സ്കൂളിലെ ഇംഗ്ലീഷ് ലീഡർഷിപ്പ് ട്രെയിനിംഗ് പ്രസന്റേഷനും ഫാമിലി ഗെറ്റ് ടുഗദറുമാണ് ശ്രദ്ധേയമായത്. കൊടിക്കുന്ന് സെന്ററിൽ വെച്ചായിരുന്നു പരിപാടി ഒരുക്കിയത്. ഇംഗ്ലീഷ് ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടിയുടെ മുഴുവൻ പ്രവർത്തനങ്ങളും അവതരണങ്ങളും ഇംഗ്ലീഷിൽ തന്നെയായിരുന്നു. അതേസമയം പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന രീതിയിലായിരുന്നു അവതരണങ്ങളുടെ ക്രമീകരണം. ഇംഗ്ലീഷിൽ നടത്തിയ ആത്മവിശ്വാസപൂർണമായ പ്രസംഗങ്ങൾ, കലാപ്രകടനങ്ങൾ, സ്കിറ്റുകൾ, കൊറിയോഗ്രാഫികൾ എന്നിവ പ്രത്യേകം ശ്രദ്ധ പിടിച്ചു പറ്റി. കോൺഫിഡൻസ് ബിൽഡിംഗ്, ടൈം മാനേജ്മെന്റ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, ഡിസിപ്ലിൻ, റെസ്പോൺസിബിലിറ്റി,
ഹാർഡ് വർക്ക്, ഫ്രണ്ട്ഷിപ്പ്, നോ ടു ഡ്രഗ്സ്, പ്രൊട്ടക്ട് നേച്ചർ തുടങ്ങിയ വിഷയങ്ങൾ കുട്ടികൾ വ്യക്തമായ അവതരണ ശൈലിയിലൂടെയാണ് അവതരിപ്പിച്ചത്. പ്രകൃതി സംരക്ഷണത്തിന്റെ ആവശ്യകതയും ആനുകാലിക വെല്ലുവിളിയായ മയക്കുമരുന്ന് ദുരുപയോഗത്തിനെതിരെയുള്ള സന്ദേശങ്ങളും ഉൾപ്പെടുത്തിയുള്ള അവതരണങ്ങൾ ഭാഷാപരമായ കഴിവും മൂല്യബോധവും ഒരുപോലെ വളർത്തുന്ന രീതിയിലുള്ള പരിപാടിയായി മാറി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KC അലി ഇക്ബാൽ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാനാധ്യാപിക തിത്തിമക്കുട്ടി, ഇംഗ്ലീഷ് ക്ലബ് കൺവീനർ ML അനിത, PTA പ്രസിഡന്റ് പ്രതീഷ് ചന്ദ്രൻ, SRG കൺവീനർ മുഹമ്മദ് അലി, ബീന R ചന്ദ്രൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പട്ടാമ്പി കൈത്തളി മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി ലക്ഷം നെയ്ദീപം തെളിയിച്ചു. 100 കണക്കിന് ആളുകൾ നെയ്ദീപം തെളിയിക്കാൻ ക്ഷേത്രത്തിലെത്തി. തളി ശ്രീ നെടുമ്പ്രയൂർ തിരുമത്തളിയപ്പൻ ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷിച്ചു. രാവിലെ 4:30 നട തുറന്നതിനു ശേഷം ഗണപതി ഹോമം, ഉഷപൂജ, പുരാണ പാരായണം, സർവൈശ്വര്യ പൂജ, നവകം, പഞ്ചഗവ്യം, ചതുശ്ശതം, നിവേദ്യം, ഉച്ചപൂജ എന്നിവ നടന്നു. വൈകിട്ട് 4:30 വിളക്കുവെപ്പ്, ലക്ഷദീപം തെളിയിക്കൽ, ദീപാരാധന, ശയനപ്രദക്ഷിണം എന്നിവയുമുണ്ടായി.
ഏലൂർ ബിജു, തിരുവമ്പാടി വിനോദ് എന്നിവർ അവതരിപ്പിച്ച സോപാന സംഗീതം, തിരുവനന്തപുരം നക്ഷത്ര അവതരിപ്പിച്ച തളിയിലെ പ്രശസ്ത തെന്നിന്ത്യൻ സിനിമാ പിന്നണി ഗായിക ഗംഗ പങ്കെടുത്ത ഗാനമേള എന്നിവയും നടന്നു. ചടങ്ങുകളിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.